നിങ്ങൾ യൂട്യൂബ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിങ്സ് യൂട്യൂബിൻ്റെ അകത്ത് ഓഫ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ടും രഹസ്യമായിട്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് കാണാൻ കഴിയും. നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി മൊത്തം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ഹിസ്റ്ററി ഒന്നും അതിൽ സേവ് ആവില്ല. ആർക്കും നമ്മൾ സെർച്ച് ചെയ്ത എന്താണെന്നോ കണ്ട വീഡിയോ ഏതാണെന്നോ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്, കണ്ടോ? ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും, കണ്ടോ? താഴെ ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ടോ? അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും, ഉണ്ടോ? ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാനേജ് ആൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? മാനേജ് ആൾ ഹിസ്റ്ററി, കണ്ടോ? ഇതാണ് ആ ഓപ്ഷൻ. മാനേജ് ആൾ ഹിസ്റ്ററി, ഇതാണ് ആ ഓപ്ഷൻ, കണ്ടോ? ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക, കണ്ടോ? ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററി സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഓണാണ്, കണ്ടോ? നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആണ്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കിടക്കുന്ന കാണാം, കണ്ടോ? അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടോ? ഈ ഫസ്റ്റിലത്തെ ഓപ്ഷൻ്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഓണാണ്, യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഓണാണ്, ഓട്ടോമാറ്റിക് സേവ് ആണ് നമ്മുടെ സെർച്ച് ഹിസ്റ്ററി മൊത്തം. ഇവിടെ ടേൺ ഓൺ ഓഫ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ടേൺ ഓഫ് ചെയ്യരുത്. താഴേക്ക് വരുമ്പോൾ ഇവിടെ 2 ടിക്ക് മാർക്കുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന വീഡിയോസും അതേപോലെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസും ഒക്കെ ഹിസ്റ്ററി ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ താഴെ ടിക്ക് മാർക്കിൽ കാണുന്നത്. അത് നിങ്ങളുടെ ഫോണിൽ ടിക്ക് മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 2 ഓപ്ഷനും ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ടിക്ക് മാർക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ടേൺ ഓഫ് ചെയ്താൽ മതി. അല്ലാതെ ടിക്ക് മാർക്ക് ഇടാതെ നിങ്ങൾ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഹിസ്റ്ററിയൊക്കെ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് ഈ 2 ഓപ്ഷനിലും ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് ടേൺ ഓഫ് ചെയ്യുക, കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ടേൺ ഓഫ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, കണ്ടോ? പൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു ഓപ്ഷൻ കൂടെ വരും, ഗോ ഇറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുന്ന ഓപ്ഷൻ ഓഫായി, കണ്ടോ? ഇവിടെ ഓഫ് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത്. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ ചെയ്യാനുണ്ട്. താഴേക്ക് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ മാനേജ് ഉണ്ടോ, ഇവിടെ ആയിട്ട് നമുക്ക് മാനേജ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? മാനേജ് ഹിസ്റ്ററി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഡിലീറ്റ്, കണ്ടോ? താഴെയായിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, താഴെയായിട്ട് കണ്ടോ? ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ? അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ കുറേ ഓപ്ഷൻസ് വരും. ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആൾ ടൈം, ഇതുവരെ നമ്മൾ കണ്ട എല്ലാ വീഡിയോസും അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ കണ്ട ഇതുവരെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ട അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ മൊത്തം ഇവിടെ വീഡിയോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇനി നമ്മൾ വ്യൂ മോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ താഴെ കണ്ടോ പൗസ് എന്ന് കൊടുക്കുക, എന്നിട്ട് ഗോ ഇറ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ യൂട്യൂബിൽ കണ്ട വീഡിയോസ് എല്ലാം നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് ഡിലീറ്റ് ആവും. ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് വീഡിയോസ് യൂട്യൂബിൽ കണ്ടാലും അതൊന്നും ഒരിക്കലും സേവ് ആവില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഏതൊക്കെ വീഡിയോസ് കണ്ടു, ഏതൊക്കെ വീഡിയോസ് സേവ് ചെയ്തു, എന്തെല്ലാം കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നത്, ഇതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് നിങ്ങളുടെ യൂട്യൂബിൽ ചെയ്തു വയ്ക്കുക.